കേരളത്തിൻ്റെ ആത്മീയ പൈതൃകത്തിൻ്റെ ഹൃദയഭാഗത്ത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറയിൽ നൂറ്റാണ്ടുകളുടെ വിശ്വാസം നിലകൊള്ളുന്ന ഒരു മഹാക്ഷേത്രം തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയേശ ക്ഷേത്രം. മഹാവിഷ്ണുവിനെ പൂർണ്ണത്രയേശൻ എന്ന നാമത്തിൽ ആരാധിക്കുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ 8 പ്രധാന വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. പൂർണ്ണത പ്രാപിച്ച ദേവൻ എന്ന അർത്ഥത്തിലാണ് പൂർണ്ണത്രയേശൻ എന്ന ദിവ്യനാമം. ഈ ക്ഷേത്രം കൊച്ചി രാജവംശത്തിൻ്റെ കുടുംബക്ഷേത്രമായിരുന്നു. രാജാക്കന്മാർ ഭരണകാര്യങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് പൂർണ്ണത്രയേശൻ്റെ അനുഗ്രഹം തേടിയിരുന്നു എന്നത് ചരിത്ര സത്യമാണ്. തൃപ്പൂണിത്തുറ രാജധാനിയായിരുന്ന കാലഘട്ടത്തിൽ ഈ ക്ഷേത്രം ആത്മീയ സാംസ്കാരിക കേന്ദ്രമായി വളർന്നു. കേരളീയ ക്ഷേത്ര വാസ്തുവിദ്യാ ശൈലിയുടെ അത്ഭുത സൗന്ദര്യം ഇവിടെ വ്യക്തമായി കാണാം. വൃത്താകൃതിയിലുള്ള ശ്രീകോവിൽ, ചെമ്പുകൊണ്ട് പൊതിഞ്ഞ മേൽക്കൂര, സൂക്ഷ്മമായ മരക്കൊത്തുപണികൾ എല്ലാം തന്നെ ദൈവ സാന്നിധ്യം അനുഭവിപ്പിക്കുന്ന ഒരു ശാന്തത ഇവിടെ നൽകുന്നു. മലയാള മാസമായ വൃശ്ചികത്തിൽ നടക്കുന്ന തൃപ്പൂണിത്തുറ വൃശ്ചികോത്സവം ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ്. 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ മഹോത്സവത്തിൻ്റെ പ്രധാന ആകർഷണം തെക്കൻ തൃക്കാക്കരപ്പണം, ചെണ്ടമേളം, ആനകളുടെ എഴുന്നള്ളത്ത്, വെടിക്കെട്ട്, ഭക്തിസാന്ദ്രമായ അന്തരീക്ഷം. വൃശ്ചികോത്സവം തികച്ചും ഒരു ദൃശ്യവിസ്മയമാണ്. ദൈനംദിന പൂജകളും ദീപാരാധനയും ഉദയാസ്തമന പൂജയും ആചാരപരമായ ശുദ്ധിയോടെ ഇവിടെ നടത്തപ്പെടുന്നു. പൂർണ്ണത്രയേശൻ്റെ ദർശനം മനസ്സിന് അപൂർവമായ ശാന്തിയും ആത്മീയ തൃപ്തിയും നൽകുന്നു എന്നാണ് ഭക്തരുടെ വിശ്വാസം. വിശ്വാസവും ചരിത്രവും ആത്മീയതയും ഒന്നിച്ചു ചേരുന്ന ഒരു ദിവ്യ സാന്നിധ്യം. അതെ, തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണത്രയേശ ക്ഷേത്രം കേരളത്തിൻ്റെ അഭിമാനകരമായ ഒരു മഹാക്ഷേത്രം തന്നെയാണ്. എറണാകുളത്തു നിന്ന് ഏകദേശം 10 കിലോമീറ്റർ തെക്ക് കിഴക്കായി തൃപ്പൂണിത്തുറയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സന്താന ഗോപാലമൂർത്തിയുടെ രൂപത്തിൽ ആരാധിക്കപ്പെടുന്ന മഹാവിഷ്ണുവിനാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ശിശുക്കളുടെ രക്ഷകൻ എന്നർത്ഥം വരുന്ന സന്താന ഗോപാലമൂർത്തി മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. അനന്തൻ്റെ 5 പുടങ്ങളുടെ തണലിൽ ഇരിക്കുന്ന ഭാവത്തിലാണ് ഭഗവാൻ വിഷ്ണുവിനെ ഇവിടെ കാണുന്നത്. ദിവ്യസർപ്പമായ അനന്തനിൽ ചാരിയിരിക്കുന്ന ഭാവത്തിൽ ഭഗവാൻ കാണപ്പെടുന്നു. മറ്റു വിഷ്ണു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഇവിടത്തെ ഈ പ്രതിഷ്ഠ. മടക്കിയ സർപ്പത്തിൻ്റെ ശരീരം തന്നെ ഭഗവാനുള്ള ഇരിപ്പിടമായി വർദ്ധിക്കുന്നു. ഭഗവാൻ വിഷ്ണുവിൻ്റെ 2 മുകൾ കൈകളിൽ ശംഖും സുദർശന ചക്രവും, താഴത്തെ വലതു കൈയിൽ പത്മവും. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ് തൃപ്പൂണിത്തുറയിലെ വൃശ്ചികോത്സവം. പൂർണ്ണത്രയേശ എന്ന പേരിൻ്റെ നിർവചനം ഇപ്രകാരമാണ്. ത്ര എന്നാൽ 3, പൂർണ്ണ എന്നാൽ പൂർണ്ണമെന്നും ഈശ എന്നാൽ ഈശ്വരൻ എന്നും അർത്ഥമാകുന്നു. അതായത് അറിവിൻ്റെ നാഥൻ, അല്ലെങ്കിൽ 3 വേദങ്ങളുടെ, അതായത് ഋഗ്, യജുർ, സാമം എന്നിവയുടെ നാഥൻ എന്നാണ്. വേദങ്ങളുടെ സത്തായി സ്വയം പ്രത്യക്ഷപ്പെടുന്ന ഭഗവാൻ എന്നും ഇതിനർത്ഥമുണ്ട്. പൂർണ്ണത വരിച്ച ദേവൻ, അതാണ് ശ്രീ പൂർണ്ണത്രയേശൻ. ഒരു ബ്രാഹ്മണൻ്റെ 10 കുട്ടികൾക്ക് പുനർജന്മം നൽകാൻ ഭഗവാന്റെ സഹായം തേടിയപ്പോൾ 5 പാണ്ഡവ സഹോദരന്മാരിൽ 3ാമനായ അർജുനന് ഭഗവാൻ വിഷ്ണു ശ്രീ പൂർണ്ണത്രയേശൻ്റെ വിഗ്രഹം സമർപ്പിച്ചതായി പാരമ്പര്യങ്ങൾ പറയുന്നു. 10 കുട്ടികളെയും പവിത്രമായ വിഗ്രഹത്തെയും അർജുനൻ തൻ്റെ രഥത്തിൽ കൊണ്ടുപോയി ബ്രാഹ്മണന് കൈമാറി. ഈ സംഭവത്തിൻ്റെ സ്മരണയ്ക്കായാണ് ഒരു രഥത്തിൻ്റെ രൂപത്തിൽ ഇവിടെ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. ശ്രീകോവിലിൻ്റെ തെക്കുഭാഗത്തുള്ള ഗണപതിയുടെ വിഗ്രഹവും ഭക്തർക്ക് കാണാൻ കഴിയും. ശ്രീ പൂർണ്ണത്രയേശ ക്ഷേത്രത്തിൽ ഗണപതി വിഗ്രഹമൊഴികെ മറ്റു ഉപദേവതകളെ ആരാധിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്.